തണൽ ഡയാലിസിസ് സെന്ററിന്റെ ചായപ്പയറ്റ് ജനുവരി 18 നടക്കുമെന്ന് സംഘാടകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 2008 വടകര കേന്ദ്രീകരിച്ചിട്ട് തണലിന്റെ പ്രവർത്തനം തുടങ്ങിയത്. 2007 അതിൻ്റെ ഡിസ്കഷൻ. 2008 നമ്മൾ അതിൻ്റെ പ്രവർത്തനം വടകര കേന്ദ്രീകരിച്ച് തുടങ്ങി. ആദ്യമായിട്ട് അതിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മൾ അരിക്കുളത്ത് തുടങ്ങി. പക്ഷേ ഇന്ന് ഏകദേശം 560 സ്ഥാപനങ്ങളും 1500 MLCയും 2200 ജീവനക്കാരുമായിട്ട് ഇന്ത്യയിൽ 20ഓളം സംസ്ഥാനങ്ങളിലായിട്ട് ഇങ്ങനെ ഇതൊരു പടർന്ന് പന്തലിച്ച് നിൽക്കുക. വടകരയായിരുന്നു അതിൻ്റെ തുടക്കം. നമ്മളൊന്ന് നിങ്ങളോടൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ഒരു തെയ്യബ് എന്ന് പറയുന്ന ഒരാളെ കണ്ണൂരിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഡയാലിസ് ചെയ്യേണ്ടപ്പോഴാണ് അതിനെപ്പറ്റിയുള്ളൊരു ഡിസ്കഷനായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആശുപത്രിക്ക് പുറത്ത് വടകരയിലൊരു കമ്മ്യൂണിറ്റി ഡയാലിസ് സെൻറ്റർ നമ്മൾ ആരംഭിച്ചത്. 10 മിഷനുള്ള സെൻറ്റർ. അതിൻ്റെ ഒരു പ്രയാസങ്ങൾ കണ്ടപ്പോഴാണ് നമ്മൾ നാട്ടിലുള്ള പ്രമാണിമാരെയും പൊതുപ്രവർത്തകന്മാരെ വിളിച്ചുകൂട്ടി 3 പഞ്ചായത്തുകൾക്ക് ഒരു സെൻറ്റർ നിലയിൽ ഓരോ സെൻറ്റർ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇന്ന് കേരളത്തിന് പുറത്ത് 4-5 സെൻറ്ററുകളായിട്ട് 88 ഡയാലിസ് സെൻ്ററായിരുന്നുള്ളത്. ഒരു മാസം 34,000 ഡയാലിസാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം. ഇതിനങ്ങനെ ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കുകയില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രോഗികൾ ഒന്നിച്ച് ഡയാലിസ് ചെയ്യുന്ന സ്ഥാപനം വടകരയാണ്. 86 മിഷനാണ് ഉള്ളത്. പിന്നെ 298 പേരാണ്. 300-305 ആളുണ്ടാവും. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കൊണ്ട് 2-3 പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. 294 ആൾ ഇന്ന് ഡയാലിസ് ചെയ്യുന്നുണ്ട് അവിടുന്ന്. അപ്പം ഞാൻ ആ ഒരു നമ്പർ പറയാൻ കാരണം, നമ്മളെ വടകരൻ്റെ ചുറ്റുപാട് ജില്ലാ ആശുപത്രിയിൽ ഏകദേശം 130 ചെയ്യുന്നുണ്ട്. ധനുന്തരിന്ന് ഫോർക്കാട്ടിയുടെ സെൻ്ററുണ്ട്, വില്യാപ്പള്ളി സെൻ്ററുണ്ട്, പയ്യോളി സെൻ്ററുണ്ട്, നാദാപുരത്ത് സെൻ്ററുണ്ട്, വാണിമല്ലൂർ സെൻ്റർ വരാൻ പോകുന്നു, അരിക്കുളത്ത് സെൻ്ററുണ്ട്. എന്നിട്ടും ഈ സെൻ്ററുകളിലൊക്കെ പേഷ്യൻസ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതൊരു നമ്മൾ ഭയങ്കര വല്ലായിട്ട് അപായപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വടകരയിൽ ഇന്ന് 28 പേഷ്യൻ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രയാസം നമുക്ക് കാസ്പും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ സപ്പോർട്ടായിരുന്നു. നമ്മൾ ഏകദേശം 180ഓളം ആൾക്കാർ 100% ആരോഗ്യ ഇൻഷുറൻസിലുള്ള ആൾക്കാരാണ്. അവർ 100% ഏകദേശം ഒരു വളരെ വിരലെണ്ണാകുന്ന ആൾക്കാരോടാണ് ചെറിയ പൈസ വാങ്ങുന്നുള്ളൂ സാമ്പത്തികമായിട്ട് ഉള്ളത്. അത് ഈ സെൻറ്ററിൽ മാത്രം. പക്ഷെ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പൈസ കേരളത്തിൽ തന്നെ എല്ലാ പ്രൈവറ്റ് ആശുപത്രികളും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കൽ നിർത്തി. നമ്മളെ സംബന്ധിച്ചുള്ള ആരോഗ്യ ഇൻഷുറൻസ് എടുക്കില്ല, നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഡയാലിസിസ് ചെയ്യാൻ വരില്ല. അങ്ങനത്തെ രോഗികളാണ്. ആ സമയത്താണ് നമ്മൾ ഇവരെ വിളിച്ചു കൂട്ടിയിട്ട് ഇവരായിട്ട് ഏകദേശം 2.5 കോടി രൂപയോളം നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൽ നിന്ന് കിട്ടാനുണ്ട്. വടകര സെൻറ്ററിന് മാത്രം. തണലിൻ്റെ മറ്റുള്ള സെൻറ്ററിന് വേറെയുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉള്ള സമയത്താണ് നമ്മുടെ ഏകദേശം ഈ കൺസ്യൂമേഴ്സ് വാങ്ങുന്നിടത്ത് തന്നെ നമ്മളൊരു 1.25 കോടി രൂപയോളം കടയുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ പേഷ്യൻസിൻ്റെ ലാബും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഇനത്തിൽ തന്നെ നമുക്ക് ഏകദേശം 40 ലക്ഷം രൂപയുടെ ഇക്ര ഹോസ്പിറ്റലിനും കൊടുക്കാനുണ്ട്. എല്ലാ പേഷ്യൻസിൻ്റെ വീടുകളിലും ഇൻഷുറൻസിൽ വരുന്ന പേഷ്യൻസിൻ്റെ വീടുകളിലൊക്കെ പോയി. പക്ഷേ അതിലൊരു 50% ആൾക്കാരും ഈ 300 രൂപ തരണം എന്ന് പറഞ്ഞാൽ 1-ാം തീയതി മുതൽ വരില്ല എന്നുള്ളൊരു രീതിയിലാണ് വന്നത്. അപ്പോഴും ഇത്തരത്തിലുള്ള കുറേ ആൾക്കാർ MLA-നെയൊക്കെ പോയി കണ്ട് MLA അത് നീട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഒരു രീതിയിലൊരു ചായപ്പയറ്റിനെ പറ്റിയൊക്കെ ആലോചിച്ച് അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം 26 ലാഖാണ് ആ ചായപ്പയറ്റിന് കിട്ടിയത്. ഇപ്പോൾ അതൊരു 50 ലക്ഷം ടാർഗറ്റിനാണ് നമ്മൾ ഒന്നുകൂടെ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നാടിൻ്റെ ചുറ്റുഭാഗത്ത് ഇവരൊക്കെ ഒരുപാട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ എല്ലാ വീടുകളും കയറി ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ഇവർ നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡൻ്റാണ്. ഇവരൊക്കെ ഒരു 10-20 ദിവസമായിട്ട് ഇങ്ങനെ നമ്മുടെ ആഞ്ചേരി, വില്യാപ്പള്ളി, എങ്ങനെ പറയേണ്ട നാദാപുരം, ആ വൈക്കൊക്കെ വീടുകൾ കയറിയിട്ടാണ് ഇങ്ങനെ ആൾക്കാർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിജയിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ഇപ്പം. കാരണം ഇത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ തലേന്ന് കൺസ്യൂമേഴ്സ് എത്താത്തതുകൊണ്ട് ആശാ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് സാധനം എടുത്തുകൊണ്ടാണ് ഡയാലിസിസ് നടത്തി. അത്രയും പ്രയാസത്തിലാണ് പോകുന്നത്. നല്ല പേടിയുണ്ട്. കാരണം പേടിയെന്ന് പറഞ്ഞാൽ നമുക്ക് 300 ആൾക്ക് ഒന്നിച്ചൊരു ഡയാലിസിസ് കൊടുക്കുക ഇന്ന് കേരളത്തിൽ എവിടെയും സൗകര്യം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അതാണ് അതിൻ്റെ ഒരു പേടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പിന്നാലുണ്ട്. ഇത് വല്ലാത്തൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. കാരണം അത്രയും പ്രയാസമുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന രോഗികളെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പൈസ ഒരു തരത്തിലും തരാൻ പറ്റില്ല. അപ്പം നല്ല പ്രയാസങ്ങളുണ്ട്. അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ പറയാൻ പോലെയല്ല. കാരണം ഒന്നാമതേ നമ്മളിപ്പോൾ ഒരു 10-18 കൊല്ലമായിട്ട് ഇങ്ങനെ എല്ലാ കൈനീട്ടുന്ന ആൾക്കാരെ തന്നെയാണല്ലോ വീണ്ടും പോകുന്നത്. അപ്പോൾ തരുന്ന ആൾക്കാർക്ക് ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ മേഖലകൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഒരു രീതിയിലാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യണം. ഈ പരിപാടി വിജയിച്ചാൽ നമുക്ക് ഈ റംസാൻ കളക്ഷനും കൂടിയൊക്കെ വന്നാൽ നമുക്ക് ഒരു 5-6 മാസത്തേക്ക് പിടിച്ചു വെക്കാൻ കഴിയും.
അപ്പോൾ ഈ ഒരു ചായപ്പറ്റ് വിജയിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം. ഞായറാഴ്ച 3 മണിക്ക് 18-ാം തീയതി. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.